അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അക്ഷയും പറഞ്ഞു പോവാന്ന്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണെന്ന്. ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ട, 2 ചായ കുടിച്ചിട്ടുള്ള കളികളുള്ളൂ. അപ്പം തന്നെ നമുക്ക് ഉഷാറാവും. ചായ അത്ര വാവൊന്നുമല്ല, കുഴപ്പമില്ലാത്തൊരു ചായ. ഇനി നമ്മുടെ വണ്ടി കൊണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്യണം. അതാണ് അടുത്ത ചടങ്ങ്. അതെ, അവൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങി. അവൻ്റെ ഹെൽമെറ്റ് പൂട്ടിക്കുക. എൻ്റെ ഹെൽമെറ്റ് ഒന്നും പൂട്ടിയിട്ടില്ല കേട്ടോ, അവൻ്റെ ഹെൽമെറ്റ് പൂട്ടിയിട്ടുണ്ട്. ഇനി പോയിട്ട് ബൈക്കിൻ്റെ പാർക്കിംഗ് ഫീ അടയ്ക്കണം. 30 രൂപയാണ് ഒരു ദിവസത്തേക്ക്. നമ്മളത് അടച്ച് ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കൻ ടൈമൊക്കെ നോക്കിയിട്ടുണ്ട്. ട്രെയിൻ ഇപ്പോൾ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണ ആശാൻ. എന്താ നോക്കാം. നമ്മൾ തൃശ്ശൂർ എത്തി ഗൈസ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റ് കൗണ്ടറിൽ തിരക്കുണ്ടെങ്കിൽ പെട്ടു ഗൈസ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ടിക്കറ്റ് പോയിട്ട് ആദ്യം എടുത്തു. ഇനി നമ്മുടെ പ്ലാറ്റ്ഫോം ഫസ്റ്റാണ്. ഇനി ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവിടേക്ക് നടക്കണം. ചെക്കന് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗുഡ് വാങ്ങി. ആ ഫുഡ് കഴിച്ചതാണ്, എന്നാലും ജസ്റ്റ് ഒരു ബാക്കപ്പ്. രാത്രി വിശന്ന് എന്താ ചെയ്യുക, അപ്പോൾ ഒരു ഗുഡ് വാങ്ങി കൊടുക്കാവന്. ഇതേടാ എടുത്തോ നിൻ്റെ ഗുഡ്. ട്രെയിൻ ഓടി തോപ്പിക്കാൻ നിന്നപ്പോൾ അതേ പട്ടിയുടെ നിന്നപ്പോൾ കെട്ടിയിട്ടാണ്. ട്രെയിൻ ഓടി തോപ്പിക്കണമെന്നല്ല, അവൻ ഡിലേ ആണെന്ന് പറഞ്ഞതാണ്. പക്ഷെ പ്രതീക്ഷിക്കാണ്ട് ആ ട്രെയിൻ നേരത്തെ വന്നു എന്നാണ് അവൻ പറയണത്. എന്തായാലും ആവട്ടെ, നമുക്കിപ്പോൾ നമ്മുടെ കേരള സംഭവം സെറ്റായി. അപ്പോൾ കയറാൻ നിൽക്കുക. അപ്പോൾ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറി. ഇനി സീറ്റൊക്കെ ഉണ്ട്. ചെക്കൻ ഉറക്കം വരുന്നുണ്ട്. ചെക്കൻ ഇതേ ഉറങ്ങി. അപ്പം ഞാനൊന്ന് ഉറങ്ങാം, എനിക്ക് ഉറങ്ങണ്ടേ, ഞാൻ ഉറങ്ങാൻ പോവാണ്. അങ്ങനെ രാവിലെയായി ഗായ്സ്. ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് വന്നു. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ചെക്കനെയും കൂടി കാണിക്കാം, എന്നെ മാത്രം കാണിച്ചാൽ ശരിയല്ലല്ലോ. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് പോകേണ്ടത് നമുക്ക് പോകണം. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ പത്മനാഭൻ്റെ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ നമുക്കൊന്ന് കുളിച്ച് സെറ്റായിട്ട് വേണം അമ്പലത്തിൽ പോകാൻ. KSRTC സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രഷപ്പ് ആവാനുള്ള സെറ്റപ്പ് ഉണ്ടെന്ന് നമ്മളത് കണ്ടെത്തി. അതിൻ്റെ ഉള്ളിൽ കയറി ഇനി നമുക്ക് അതിന് ഫ്രഷ് ആവണം. അപ്പം ഞാൻ പോയിട്ടൊന്ന് സുന്ദരിയായിട്ട് കുളിക്കട്ടെ. ആഹാ, എന്ത് നല്ല തണുത്ത വെള്ളം. അങ്ങനെ നമ്മൾ കുളിച്ചു, നല്ല ഫ്രഷായി സുന്ദരനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. അവനെവിടെ? അവൻ എന്നെക്കാൾ സുന്ദരനായി നിൽക്കണ്ടല്ലോ അവിടെ. എന്ത് ചെയ്യാം. ഇനി നമുക്ക് ഊബർ വിളിച്ചിട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാം. അപ്പോൾ അതേപോലെ മഴ ചതിക്കൂ ഗൈസ്. ചെറിയ മഴയുള്ള അലമ്പില്ല. നമുക്ക് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഊബർ വരും. ഊബർ ചേട്ടനെ കുറേ നേരമായി വരുമ്പോൾ ഇവിടെ നിൽക്കുക. മഴ ആയതുകൊണ്ടാവും. അങ്ങനെ അവസാനം കിട്ടി ചേട്ടനെ. ആൾ മഴ കാരണം കർട്ടനൊക്കെ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ കർട്ടൻ മാറ്റിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മൾ പത്മനാഭൻ്റെ മണ്ണിൽ പത്മനാഭനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഏകദേശം നിന്ന മട്ടാണ്, അതുകൊണ്ടൊരു സന്തോഷം. ഞാൻ ഷൂ ആണ് ഇട്ടേക്കണേ. യു വിൽ ഓൾവേസ് ബി ദ വൺ ഐ ലവ്. പത്മനാഭസ്വാമി ക്ഷേത്രം എത്താറായി ഗൈസ്. അങ്ങനെ കുറേ നാളത്തെ സ്വപ്നം സഫലീകരിക്കുന്ന നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ അവസാനം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നു. ആഹാ, എന്താ രസം. ഇനിയുള്ള വീഡിയോ എടുക്കലൊക്കെ തൊടുത്തിട്ട് മതി. അപ്പോൾ നമ്മളൊക്കെ ആദ്യം പോയിട്ട് ഇനി ക്ലോക്ക് റൂമിൽ വിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കണം. നമ്മളെ ഫോണ്, ഡ്രസ്സ്, ബാഗൊന്നും നമുക്ക് ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാ സാധനങ്ങളും നമ്മളിവിടെ ക്ലോക്ക് റൂമിൽ വെച്ചു. നമുക്ക് ആദ്യം പോയിട്ട് തൊഴുതിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ, പക്ഷേ നമുക്ക് പ്രയോറിറ്റി തൊഴിലല്ലേ. അപ്പോൾ അത് ആദ്യം തൊഴുതിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ അവിടെ പോയി തൊഴുതൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടി. എന്താ സമാധാനം. ഇനി ചെക്കനെ കാണിച്ചു തരാം. ചെക്കൻ ബിസിയാണ്. ചെക്കന് സെൽഫി എന്നെ ഒന്നും കൂട്ടില്ല. ഇനി നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് സെൽഫി എടുക്കാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ. ചെക്കൻ ഓൾവേസ് ബിസിയാണ്. ഞാൻ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. ഇവിടത്തുള്ള സാധനങ്ങളാണ്. എല്ലാ അടിപൊളി കേരളത്തിൻ്റെ പൈതൃക ഓർമ്മപ്പെടുത്തുന്ന സാധനങ്ങളൊക്കെയാണ്. എല്ലാം കാണുമ്പോൾ അങ്ങനെ തോന്നണേ. എനിക്ക് എന്തെങ്കിലും വാങ്ങണം ഇതിന്ന് പോകുന്ന സമയത്ത് വാങ്ങാട്ടാ. ചെക്കൻ്റെ വരുന്നുണ്ട് സെറ്റായിട്ട്. എവിടെ അവൻ വീണ്ടും പോയാ? അവൻ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. എടാ, ക്യാമറ തുറക്കുന്ന പ്രൊഫഷണൽ. എന്ത് ചെയ്യാം. ചെക്കനൊരു ഫോട്ടോയും വീഡിയോ എടുത്ത് കൊടുക്കാം. അവരൊക്കെ എടുക്കണമല്ലേ, എനിക്ക് എടുത്ത് തരണമല്ലേ. ഇനി നമുക്കിവിടെ ഒരു കുളമുണ്ട്. കുളം അടച്ചിട്ടേക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ കാണിച്ചു തരാട്ടോ, അത്രേ ഉള്ളൂ. വേറെ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കാണാനുള്ളതൊന്നുമില്ലേ, കാണാൻ പറ്റില്ല, അടച്ചിട്ടേക്കാം. നമുക്ക് എന്താ വാങ്ങണ്ടേ? എന്തായാലും നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നപ്പോൾ ആനന്ദശയനല്ലേ. അപ്പോൾ നമുക്ക് ആനന്ദശയനത്തിൻ്റെ വിഗ്രഹം തന്നെ വാങ്ങാം. ആനന്ദശയനം എന്ന് ഉദ്ദേശിക്കുന്നത് മഹാവിഷ്ണു ഇങ്ങനെ കിടക്കുന്നതിനാണ് പറയുന്നത്. അപ്പം നമ്മളതിൻ്റെ ഇതന്നെ വാങ്ങി. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ആറ്റുകാലും കൂടി പോകണം. പക്ഷെ അതിന് മുമ്പ് വിശക്കുണ്ട്. സമയം 10 കഴിഞ്ഞു. നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് നല്ല മസാല ദോശ കഴിക്കാം. ദൈവമേ, എൻ്റെ മുകളിൽ ഫുള്ള് മഹാന്മാരാണല്ലോ. ഗാന്ധിജി, നെഹ്റു, ഇന്ദിരാഗാന്ധി. ഇനി വേറൊരു മഹാനുണ്ട്, അക്ഷയ് മോൻ. മസാല ദോശയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മസാല ദോശ വരട്ടെ. ഞാൻ കുറച്ച് നേരം എൻ്റെ സൗന്ദര്യം നോക്കട്ടെ.
ചന്ദനക്കുരൊക്കെ തൊട്ടപ്പോൾ ഒരു ഐശ്വര്യക്ക് വെച്ചൂലേ. കൊള്ളാലേ, ചന്ദനക്കുറി ശീലാക്കിയാലോ. അങ്ങനെ അവസാനം നമ്മുടെ മസാല ദോശ എത്തിയിരിക്കുന്നു. അവനോട് ചോദിച്ചു നോക്കാം, അവൻ പറഞ്ഞിട്ട് മസാല ദോശ കഴിക്കുക നല്ല രസമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട്. എന്ത് ലാഗ് അടിപ്പിക്കുന്നത്, വേഗം കഴിക്കി കൂട്ടാ. വീഡിയോ എടുക്കാന്ന് അറിഞ്ഞുകൊണ്ട് വെറുതെ ഷോ ഓഫാ, അല്ലെങ്കിൽ വാരി വിളിച്ച് കഴിക്കണ ചെക്കനാ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാന്ന്. അത് ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇങ്ങനെ എടുത്ത് വലിയ രസമൊന്നും ഇല്ല കേട്ടാ, ചൂടില്ല ഗൈസ്. ഇതാരാ യുദ്ധഭൂമിയിലൊരു ബട്ടൺ. അയ്യോ, എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ അവസാനം നമുക്ക് കോഫി കിട്ടി. ഇന്ത്യൻ കോഫി ഹൗസിലെ കോഫിയാണ്, അത്യാവശ്യം കുഴപ്പമില്ല, കുടിക്കാം. അങ്ങനെ നമ്മുടെ വയറ് നിറഞ്ഞു. ബാക്കിൽ 2 മുത്തശ്ശന്മാരിൽ നിന്ന് എന്തൊക്കെയോ കുശലം പറയുന്നുണ്ട്. എൻ്റെ കൈ കാരണം അവരെ കാണാനല്ലേ, പക്ഷെ എനിക്കധികം കാണാമായിരുന്നു. ഇനി നമുക്ക് ഊബർ വരണം. ഊബർ വീണ്ടും ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ ഊബർ വന്നു. ചെക്കൻ്റെ ചാടി പോകുന്നുണ്ട് ആദ്യം കയറാൻ. ആദ്യം കയറിയ ആദ്യം എത്തുന്നവൻ്റെ വിചാരം, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനെ നമ്മുടെ ഊബറിൽ കയറി ആറ്റുകാൽ ദേവി ക്ഷേത്രത്തേക്ക് പോവുകയാണ്. ഇത് എത്താറായി. അങ്ങനെ ആറ്റുകാൽ ദേവി ക്ഷേത്രം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അല്ല, നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ദേവീനെ കണ്ടിട്ട് വരാം. അവിടെയും ഫോൺ അലൗഡ് അല്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ കയറ്റാൻ പറ്റില്ല. അപ്പം ഞാൻ പോയി തൊഴുതിട്ട് വരാം. അങ്ങനെ ദേവീനെ കണ്ട് തൊഴുതിറങ്ങി. അവിടുത്തെ ചന്ദനം നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ അച്ചാച്ച എന്നെ നോക്കുന്നത് എന്താണാവോ, ഏത് പൊട്ടെന്ന് വെച്ച് നോക്കണമെന്ന് തോന്നുന്നുണ്ട്. ദൈവമേ, ഏതെങ്കിലും മിറർ കണ്ട അപ്പം എനിക്ക് ഇങ്ങനെ നിൽക്കണം. അത് നമ്മൾ ജിമ്മിൽ പോയപ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്. ഇനി നമ്മുടെ ചക്കനെയും കൊണ്ട് ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നൊരു സെൽഫി എടുക്കാം. ഇനി നമ്മൾ അടുത്ത ഊബർ വിളിച്ച്, ഇത് ഊബറിൽ വെച്ച കളികളാണ് മൊത്തം. ഇനി അടുത്ത ഊബറിൽ വിളിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. തിരിച്ച് വീട്ടിൽ പോകണ്ടേ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്താറായി. റെയിൽവേ സ്റ്റേഷൻ എത്തി ഗൈസ്, ട്രിവാൻഡ്രം സെൻട്രൽ. ഇനി നമ്മൾ ടിക്കറ്റ് എടുത്തു തൃശ്ശൂർക്ക്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലെത്തി. നമ്മുടെ ട്രെയിനിലെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് അതിന് മുമ്പ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. നമ്മൾ മുണ്ടെടുത്ത് നിൽക്കണം. എടാ ചക്ക വാടാ. അങ്ങനെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പോയിട്ട് ഗൈസ്, ബൈ ബൈ. ചേഞ്ച് വേണം, ഇത്ര ചേഞ്ച് പോരെ, ഇത് മതി. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് ഇഷ്ടാവില്ല എന്നറിയാം, പക്ഷെ വിഷയമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ഇടണ്ട. ഇനി നമുക്ക് ഈ കുന്ത്രണ്ടത്തിൽ കയറിയിട്ട് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. ചെക്കൻ ആരൊക്കെയോ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് വാങ്ങിയ ട്രെയിനിൽ വെച്ചിട്ട് തന്നെ കഴിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലേറ്റ് ആയിട്ടാണ് മോർണിംഗിൽ ഫുഡ് കഴിച്ചത്. ഇനി ഞാൻ കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്, വയ്യാണ്ടായി. ഉറങ്ങി ഗൈസ്. അങ്ങനെ അവസാനം നമ്മൾ വീട്ടിലെത്തി. ഇനി കുറച്ച് ഉറങ്ങട്ടെ, ഭയങ്കര ക്ഷീണമുണ്ട്. ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല ഗൈസ്. ഞാൻ പോവാണ് ഗൈസ്. ബൈ ബൈ.